ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ മൊബൈൽ ആപ്പിലൂടെ എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്നും അസൈൻമെൻറ്റ് ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഓപ്പൺ എന്നാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ക്ലാസ് റൂം എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം വരുന്നത് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു പേജാണ്. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നു. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ അവരുടെ അക്കൗണ്ട് വെച്ചിട്ട് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവർ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അടിക്കുമ്പോൾ അവിടെ പാസ്വേഡ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ വരും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അടിക്കുക. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്ന ഈ പേജിൽ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്: ജോയിൻ ക്ലാസ് റൂം ഓർ ക്രിയേറ്റ് ക്ലാസ്. ടീച്ചേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് എങ്ങനെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ മുമ്പത്തെ 2 വീഡിയോസിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുട്ടികൾ എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടീച്ചേഴ്സ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിവിടെ ക്ലാസ് കോഡ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്ലാസ്സിൽ എൻ്റർ ആവും. നമ്മൾ ക്ലാസ് കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് താഴെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ എന്ന 3 ബട്ടൺസ് കാണാം. ഇവിടെ സ്ട്രീം എന്നിടത്ത് ക്ലാസ് റൂമിൻ്റെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അതൊരു ചാറ്റ് കാര്യങ്ങൾ കുട്ടികൾക്കും എൻ്റർ ചെയ്യാം. അതുപോലെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇനി ക്ലാസ് വർക്ക് എന്നിടത്താണ് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പീപ്പിൾ എന്നിടത്ത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആരൊക്കെയാണ്, നമ്മുടെ ടീച്ചേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ ഇവിടെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് വർക്കിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ക്ലാസ് വർക്ക് പേജിലെത്തി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത മെറ്റീരിയൽസ് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ടീച്ചർ ഷെയർ ചെയ്ത ഒരു സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണോ ആ മെറ്റീരിയൽ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇനി അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ഉണ്ട്. ഹോപ്പ് യു ഹാവ് റീഡ് ദ ഫണ്ടമെൻ്റൽസ് ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, യെസ് ഓർ നോ എന്നുള്ളത്. യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹാൻഡ് ഇൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് സബ്മിറ്റ് ആൻസർ എന്നുള്ളത്. ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ ആൻസർ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ടീച്ചർക്ക് അത് കാണാൻ പറ്റും. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞത് ഒരു ക്വസ്റ്റ്യന് മറുപടി കൊടുക്കുകയായിരുന്നു. അതുപോലെയുള്ള മറ്റ് അസൈൻമെൻറ്റുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പലതരം അസൈൻമെൻറ്റുകളുണ്ട്. എന്തൊക്കെ തരം അസൈൻമെൻറ്റുകളാണ് ഉള്ളത് എന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു അസൈൻമെൻറ്റ് കൂടി ചെയ്ത് നോക്കാം. ഇവിടെ അസൈൻമെൻറ്റ് കോർഡിനേഷൻ നമ്പർ 2 to 12 ജിയോമെട്രി എന്ന ഈ അസൈൻമെൻറ്റിൽ റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക് ആൻഡ് പോസ്റ്റ് ഹിയർ ഇറ്റ് ആസ് എ PDF ഓർ JPG എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് യുവർ വർക്ക് എന്ന സ്ഥലത്ത് ആഡ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു. ഇതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഡ്രൈവിൽ സേവ് ചെയ്ത ഫയൽ ഇതിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതിൻ്റെങ്കിലും ഒരു ലിങ്ക് കൊടുക്കാം. നമ്മുടെ ഫോണിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യാം. അതെല്ലാം നമ്മുടെ നോട്ട് ഇപ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നതെങ്കിൽ ടേക്ക് എ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഒരു വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ റെക്കോർഡ് വീഡിയോ എടുക്കുക. അതുപോലെ പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റോ സ്ലൈഡോ ഷീറ്റോ PDF ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫയലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളുടെ അസൈൻമെൻറ്റ് നോട്ടിൽ എഴുതി അത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓഫീസ് ലെൻസ് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത ഒരു പേജ് ഇവിടെ ഓൾറെഡി ഫയലിലുണ്ട്. നമ്മളിവിടെ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് ആ ഫയൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ ക്ലാസ് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലാസ് മൊത്തത്തിലുള്ള കമൻറ്റ്സ് ആണ്. അതല്ല നമുക്ക് ടീച്ചറോട് മാത്രം പറയാനുള്ളതാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് കമൻറ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ അറ്റാച്ച്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്
ഇതിവിടെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സോറി ഫോർ ദ ഡിലേ എന്ന് കൊടുക്കുകയാണ് ഒരു കമൻ്റായിട്ട്. അതിനുശേഷം നമുക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നു. പോയതിന് ശേഷം ആഡ് അറ്റാച്ച്മെൻറ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഹാൻഡ് ഇൻ ചെയ്യണം. ഹാൻഡ് ഇൻ ചെയ്താൽ മാത്രമേ അത് വ്യൂ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ടീച്ചേഴ്സിന് പറ്റുകയുള്ളൂ. ഇവിടെ മിസ്സിംഗ് എന്ന് കാണിക്കുന്നത് ഈ അസൈൻമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മിസ്സിംഗ് എന്ന് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഹാൻഡ് ഇൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഹാൻഡ് ഇൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കൺഫർമേഷൻ ചോദിക്കുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഹാൻഡ് ഇൻ ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അൺസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല, ടീച്ചർ അത് ഇവാലുവേറ്റ് ചെയ്ത് ഒന്നുകൂടി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ടീച്ചർക്ക് അതിൽ കമൻറ്റ്സ് ചെയ്ത് തിരിച്ച് റിട്ടേൺ ചെയ്യാം. എന്താണ് കമൻ്റ് എന്നുള്ളത് നമുക്ക് പിന്നീട് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹാൻഡഡ് ഇൻ ഡൺ ലേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റിന് ശേഷം ചെയ്തുകൊണ്ടാണ് ഡൺ ലേറ്റ് എന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും തിരിച്ച് പഴയ പേജിലേക്ക് പോകുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റ് ടീച്ചേഴ്സ് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം. ഞാനിവിടെ ടീച്ചറുടെ അക്കൗണ്ടിലൂടെയാണ് കയറിയിരിക്കുന്നത്. ഇവിടെ അബാൻ മുഹമ്മദ് എന്ന സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റ് ടീച്ചർ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് കോർഡിനേഷൻ നമ്പർ 2 ഹാൻഡഡ് ഇൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻ്റായിട്ട് എൻ്റർ ചെയ്ത ആ മെറ്റീരിയൽ ഇവിടെ കാണാം. അതുപോലെ സ്റ്റുഡൻറ്റ് എൻ്റർ ചെയ്ത കമൻറ്റും ഇവിടെ കാണാം. സോറി ഫോർ ദ ഡിലേ എന്ന് നമ്മൾ നേരത്തെ സ്റ്റുഡൻ്റായിട്ട് എൻ്റർ ചെയ്തിരുന്നു, അതിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വ്യൂ ചെയ്യുന്നു. അതിനുശേഷം അതിന് മാർക്ക് കൊടുക്കുന്നു. ഇവിടെ മാർക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ടീച്ചർ എൻ്റർ ചെയ്യുന്നത് 9 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 9 എൻ്റർ ചെയ്തതിന് ശേഷം റിട്ടേൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കാണാൻ പറ്റും. രണ്ടാമത് ചെയ്ത അസൈൻമെൻറ്റ് നോക്കുന്നു. ഇവിടെ എസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മാർക്ക് കൊടുക്കാം. ഞാനിവിടെ 10 മാർക്ക് കൊടുക്കുന്നു. ഡൺ, റിട്ടേൺ അടിക്കുന്നു. റിട്ടേൺ ആയി കഴിഞ്ഞു. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വീണ്ടും ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും നമുക്ക് നേരത്തെ കിട്ടിയ ക്ലാസ് വർക്കിന് എത്രയാണ് മാർക്ക് എന്നുള്ളത് നോക്കാൻ പറ്റും. ഇവിടെ ക്ലാസ് വർക്ക് എന്നെടുത്ത് നമ്മൾ ഓൾറെഡി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടീച്ചർ ഇട്ട മാർക്ക് എത്രയാണെന്നുള്ളത് ഇവിടെ ക്ലാസ് വർക്ക് എന്നെടുത്ത് കാണും. ഇവിടെ യുവർ വർക്ക് 9 ഔട്ട് ഓഫ് 10 എന്ന് കാണാം. ഡൺ ലേറ്റ് എന്ന് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് റീസബ്മിറ്റ് എന്നുള്ളത്. എന്തെങ്കിലും അതിൽ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഷെയർ ചെയ്യപ്പെട്ട വേറൊരു മെറ്റീരിയൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്നൊരു മെറ്റീരിയൽ കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഗൂഗിൾ ലിങ്കാണ്. Hello everyone, it's me Farhana presenting the topic reagent lithium aluminum hydride. First we can look at the method of preparation of lithium aluminum hydride. Lithium aluminum ഇതൊരു സ്റ്റുഡൻറ്റ് ചെയ്ത ഒരു അസൈൻമെൻ്റ് ആണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. അത് ടീച്ചർ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജോയിൻ ചെയ്യാമെന്നും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാമെന്നും പഠിച്ചു കഴിഞ്ഞു. ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പത്തെ 2 വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ടീച്ചേഴ്സ് കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും.